ഇപ്പോൾ കണ്ട കാഴ്ച അത്ര പെട്ടെന്നൊന്നും ആരും മറന്നിട്ടുണ്ടാകില്ല. 2021 അഫ്ഗാനിൽ അട്ടിമറിയിലൂടെ താലിബാൻ അധികാരമേറ്റ ശേഷമുള്ള നിരവധി ദുരന്തങ്ങളിൽ ആരും മറക്കാൻ സാധ്യതയില്ലാത്ത ഒന്ന്. താലിബാൻ പിടിച്ചെടുത്തതിനു ശേഷം അഫ്ഗാനിസ്ഥാനിലുണ്ടായ കലാപങ്ങളും നഗരം വിട്ട് പലായനം ചെയ്യാൻ ശ്രമിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ നിരാശയും മാത്രമായിരുന്നു അന്നു മുതൽ നിത്യേന ലോകം കണ്ടതും കേട്ടതും. താലിബാൻ ഭരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അഫ്ഗാൻകാർ നടത്തിയ ഭ്രാന്തമായ ശ്രമങ്ങൾ കാണിക്കുന്ന നിരവധി വീഡിയോകളിലൊന്ന്. താലിബാനെ ഭയന്ന് കാബൂളിൽ നിന്ന് വിമാനത്തിന്റെ ചക്രത്തിൽ തൂങ്ങിക്കിടന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച അഫ്ഗാൻ പൗരന്മാരുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ അന്ന് വൈറലായിരുന്നു. കാബൂൾ വിമാനത്താവളത്തിൽ നിന്ന് US വിമാനം പറന്നുയർന്ന് നിമിഷങ്ങൾക്കകം രണ്ടുപേർ താഴേക്ക് വീഴുന്ന ദൃശ്യങ്ങൾ വീഡിയോയിൽ കാണാം. കരളലിയിക്കുന്ന ഈ ദൃശ്യം മനുഷ്യരുടെ ഭയത്തിന്റെയും നിസ്സഹായാവസ്ഥയുടെയും നേർക്കാഴ്ചകളായിരുന്നു. വിമാനത്തിൽ നിന്ന് താഴെ വീണ് ഇവരുടെ വയറും തലയും പിളർന്നിരുന്നു. ഇവരിൽ ഒരാൾ സഫിയുള്ള ഹോത്തക് എന്ന ഡോക്ടറാണ്, മറ്റൊരാൾ ഫുട്ബോൾ കളിക്കാരനും. ട്രക്കിന്റെ ടയർ പൊട്ടിയതുപോലെയുള്ള വലിയ ശബ്ദത്തോടെയാണ് വിമാനത്തിൽ നിന്ന് വീണ ഇവർ മേൽക്കൂരയിൽ വന്നു പതിച്ചത്. വിമാനം പറന്നുയർന്ന് മിനിറ്റുകൾക്കുള്ളിൽ വിമാനത്തിന്റെ ചക്രത്തിൽ നിന്ന് പിടിവിട്ട് ഇവർ താഴേക്ക് വീഴുകയായിരുന്നു. കാബൂൾ വിമാനത്താവളത്തിലെത്തിയ 100 കണക്കിന് അഫ്ഗാൻ ചെറുപ്പക്കാർ നഗരത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വിവിധ വഴികൾ തേടിയിരുന്നു അന്ന്. ഇപ്പോഴും അതേ അവസ്ഥ. അടുത്തിടെ അതിസാഹസികമായി രഹസ്യമായി വിമാനത്തിൽ ദില്ലിയിലെത്തിയ 13 വയസ്സുകാരന്റെ കഥയ്ക്ക് ആദ്യം കണ്ട കാഴ്ചയുമായുള്ള ബന്ധമാണ് ഇവിടുത്തെ ചോദ്യം. ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഒരു ഞെട്ടിക്കുന്ന സംഭവമുണ്ടായി. കാബൂളിൽ നിന്ന് KM എയർ വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ കമ്പാർട്ട്മെന്റിനുള്ളിൽ രഹസ്യമായി യാത്ര ചെയ്ത അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള 13കാരൻ സാഹസികമായി 94 മിനിറ്റ് യാത്ര ചെയ്ത് ഡൽഹിയിലെത്തി. കാബൂൾ വിമാനത്താവളത്തിൽ ഒളിച്ചു കടന്നതായും വിമാനത്തിന്റെ പിൻഭാഗത്തെ സെൻട്രൽ ലാൻഡിംഗ് ഗിയർ കമ്പാർട്ട്മെന്റിൽ എങ്ങനെയോ കയറിയതായും 13കാരൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. ഒരു ചെറിയ ചുവപ്പ് നിറമുള്ള ഓഡിയോ സ്പീക്കർ മാത്രം കയ്യിൽ കരുതിയായിരുന്നു യാത്ര. അത്ഭുതം ഇതാണ്, കുണ്ടു സ്വദേശിയായ ഈ കുട്ടി 30,000 അടി ഉയരത്തിൽ യാത്ര ചെയ്ത് മാരകമായേക്കാവുന്ന കഠിനമായ തണുപ്പും ഓക്സിജൻ ക്ഷാമവും നേരിട്ട അപകടകരമായ യാത്രയിൽ നിന്ന് അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. വിമാനം അത്രയും ഉയരത്തിലെത്തുമ്പോൾ ഓക്സിജന്റെ അളവ് കുറയുന്നു. താപനില -60°C -40°C ഇടയിലാകും. മിനിറ്റുകൾക്കുള്ളിൽ അബോധാവസ്ഥയിലാകാനും മരണം വരെ സംഭവിക്കാനും സാധ്യതയുണ്ടായിരുന്ന അങ്ങേയറ്റം അപകടകരമായ യാത്ര. ഇത്തരം യാത്രകളെ വീൽ വെൽ സ്റ്റോവേ എന്നാണ് പറയുന്നത്. അഫ്ഗാനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു യാത്ര പുത്തരിയല്ല. ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതനുസരിച്ച് രാവിലെ AIG വിമാനത്താവളത്തിലിറങ്ങിയ KM എയർ ഫ്ലൈറ്റ് RQ4402 കാബൂൾ ഡൽഹി വിമാനത്തിൽ ഒളിച്ചിരുന്ന കുട്ടിയെ വിമാനത്താവള ജീവനക്കാർ കണ്ടു. തുടർന്ന് ഇവർ വിമാനത്താവളത്തിലെ CISF ഉദ്യോഗസ്ഥരെ അറിയിച്ചു. തുടർന്ന് കുട്ടിയെ വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് കൊണ്ടുപോയി. വിശദമായ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം വൈകുന്നേരം 4 മണിക്ക് അതേ വിമാനത്തിൽ തിരിച്ചയക്കുകയായിരുന്നു. ഹമീദ് കർസായി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് KM എയർ വിമാനത്തിലായിരുന്നു കുട്ടി കയറിയത്. ഡൽഹിയിലാണ് ഇറങ്ങിയതെങ്കിലും കുട്ടി ഇറാനിലേക്ക് പോകാനായിരുന്നു പദ്ധതി ഇട്ടിരുന്നത് എന്ന് കുട്ടി പറഞ്ഞതായി റിപ്പോർട്ടുണ്ട്. മനുഷ്യാവകാശങ്ങൾക്ക് പുല്ലുവില പോലും കൽപ്പിക്കാത്ത താലിബാൻ ഭരണകൂടമാണ് അഫ്ഗാനിസ്ഥാനിലേത്. സ്ത്രീകളും കുട്ടികളും അടക്കം നരകതുല്യമായ ജീവിതം നയിക്കേണ്ട ഗതികേട്. ആ നാട്ടിൽ നിന്നും കൗതുകത്തിന്റെ പുറത്തായിരുന്നു ഈ അതിസാഹസിക യാത്രയെന്നായിരുന്നു 13കാരന്റെ പ്രതികരണം. ചോദ്യങ്ങളും സംശയങ്ങളും ഏറെ ബാക്കിയാണെങ്കിലും ജന്മനാട്ടിലേക്ക് മടങ്ങിയ ആ കുരുന്നിന്റെ വാക്കുകളെ തൽക്കാലം നമുക്ക് വിശ്വാസത്തിലെടുക്കാം.